ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ള തുണികളിലൊക്കെ നല്ല മഞ്ഞക്കറ അല്ലെങ്കിൽ കറകൾ പിടിച്ചിട്ടുണ്ട്. ഈ കറകൾ കളയാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റൊരു ടിപ്സേ ഉള്ളൂ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പക്ഷേ ഇത് പൂർണ്ണമായും കാണണം, എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹാർപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാർപ്പിക്ക് നമുക്ക് ഒരല്പം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു പഴയ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് കളറിലെ പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലൊരു ലൈറ്റ് ബ്ലൂ കളറുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും പ്യുവർ വൈറ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അല്ല റെഡ് അങ്ങനെയുള്ള കളർ എടുക്കണ്ട. ഇപ്പോൾ ഇതുപോലത്തെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് പേസ്റ്റും കൂടി നമുക്ക് ഹാർപ്പിക്കിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മൂന്നാമതായിട്ട് ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് വിനെഗറാണ്. അപ്പോൾ വിനാഗിരി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വിനാഗിരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്താലും മതിയേ. അപ്പോൾ കുറച്ച് മാത്രം ഒഴിക്കുക. ഒഴിച്ചിട്ട് നമുക്കിനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തുണിയിൽ എന്തുമാത്രം മഞ്ഞക്കറയുണ്ടോ അതനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ഈ മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഓരോ സ്പൂൺ എടുത്താലും മതിയോ. പേസ്റ്റ് കുറച്ചെടുക്കുക. പിന്നെ ഒരു സ്പൂൺ ഹാർപ്പിക്കും ഒരു സ്പൂൺ വിനെഗറും ചേർത്ത് മിക്സ് ആക്കിയാലും മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് അടുത്തൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. വേറെ ഒരു സാധനമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, നമ്മുടെ പൊടിച്ച അരിപ്പൊടി, പുട്ടുപൊടിയോ അങ്ങനെയുള്ള പൊടികൾ, അപ്പപ്പൊടിയോ എടുത്താൽ മതി. അപ്പോൾ ഇതേ പൊടി ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ച് പോരാ, വിനെഗർ കൂടി ചേർത്ത് കൊടുക്കണം. എന്തെങ്കിലും ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനെഗർ ചേർത്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി വേണം. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണ്ടതിന് വേണ്ടിയിട്ട് ഒരല്പം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ലൂസായിട്ട് ഇച്ചിരി ലൂസി പരുവത്തിൽ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി വിനെഗർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇത് കണ്ടോ, ഇതേപോലെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സ് ഉണങ്ങിയ ഡ്രസ്സിലാണല്ലോ നമ്മളിപ്പോൾ കറയായിട്ടിരുന്നിട്ട്, ആ ഉണങ്ങിയ പരുവത്തിൽ തന്നെ എടുത്താൽ മതി. നനച്ചൊന്നും കൊടുക്കണ്ട. അത് നന്നായിട്ട് എവിടെയെങ്കിലും വിരിച്ചിടണം. അപ്പോൾ ഇത് കണ്ടോ, നല്ല പോലെ മഞ്ഞൾക്കറയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം കറ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് ആ ഭാഗം വിരുത്തിട്ടിരിക്കുവാണേ. ഇനി അടുത്ത സൈഡിലും ഇടണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഭാഗത്തേക്ക് കുറച്ച് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ബ്രഷിൽ മുക്കിയിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന പരുവത്തിലേക്ക് തേച്ച് കൊടുക്കണം. നനഞ്ഞ അതിലോട്ട് തേച്ച് കൊടുക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഭാഗം നനയ്ക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ആയിട്ട് എല്ലായിടവും മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി വെക്കണം. നല്ല ഫുള്ളായിട്ട് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് നല്ല തിക്നെസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലും കുഴപ്പമില്ല. ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ഇതേപോലെ സ്പൂൺ കൊണ്ട് ഒഴിച്ചതിന് ശേഷം ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് എല്ലായിടത്തോട്ടും കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് പൊത്തിയതുപോലെ വെക്കണം. അങ്ങനെ വെച്ചാൽ മാത്രമേ എല്ലാ ഭാഗത്തേക്കും പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അതേ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അപ്പോൾ നമുക്കിനി മൊത്തത്തിൽ ഇത് തേച്ച് പിടിപ്പിച്ച് രണ്ട് സൈഡും ഇതേ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലേക്ക് അങ്ങ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു സൈഡ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡും മറിച്ചിട്ടിട്ട് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ചെയ്താൽ മാത്രമേ നമുക്കത് മാറിക്കിട്ടുകയുള്ളൂ. ഒരു സൈഡിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരച്ച ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും കൂടി നമുക്ക് നന്നായിട്ട് ഉരച്ച്, പിന്നെ ഒത്തിരി ബ്രഷ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ഇതുമായിട്ട് കുത്തി വരച്ചോ ഇങ്ങനെ കൈകൊണ്ട് ഇത് മസാജ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇതൊന്നിങ്ങനെ പെരട്ടി വെച്ചാൽ മതി കേട്ടോ. രണ്ട് ഭാഗത്തും നന്നായിട്ട് പെരട്ടി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാൻ ലൈവായിട്ട് തന്നെ കേട്ടോ കാണിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇതെല്ലായിടവും പിടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും അതേപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നിങ്ങളിങ്ങനെ കയ്യിലിട്ട് കൊടുത്ത് നന്നായിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും അത്യാവശ്യം നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. മഞ്ഞളിൻ്റെ കറയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പൂണിലോട്ടൊക്കെ കറ വരുന്നുണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂറോളം ഇട്ട്. പക്ഷേ ഇതിൻ്റെ ആ കുതിർന്ന വശം നന്നായിട്ട് ഉണങ്ങിയോന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. പക്ഷേ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ മഞ്ഞപ്പോൾ കറ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിതിലോട്ട് അടുത്തൊരു സംഭവം ചേർക്കാനുണ്ട്. കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം നല്ല തിക്നെസ് ഉള്ളതായാലും കുഴപ്പമില്ല, അരിച്ചൊന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം നമുക്ക് അല്പം ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് കൊണ്ടിങ്ങനെ ഉരച്ച് കൊടുക്കണം നന്നായിട്ട്. ബ്രഷ് അതാണ് ഞാൻ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഉരച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു മഞ്ഞപ്പ് കളറൊക്കെ വരുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പോയോ എന്ന് ചോദിച്ചാൽ ഒരു 85-90% പോയിട്ടുണ്ട്. ഒരു അല്പം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രഷ് വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതുണ്ട് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴും ചെറിയ അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വീഡിയോയിൽ കൂടി, പക്ഷേ ചെറിയൊരു മഞ്ഞപ്പൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്നുകൂടി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ പിഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ പാത്രം മാറ്റി പിഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല പ്യുവർ വൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ചെറിയ പല കറകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. ഇത് നല്ല മഞ്ഞക്കറി ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരല്പം പേസ്റ്റും കൂടി ചേർത്തിട്ടായാലും നമുക്കൊന്നുകൂടി വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനിത് ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു ചെറുതായിട്ട് കൂടി പോകാനുണ്ട്. അപ്പോൾ ആ ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതേപോലെ അങ്ങ് വിതത്ത് ഇങ്ങനെ ഇടുക. ടേബിളിലോ എവിടെയാണെന്ന് വെച്ചാൽ വിതത്തിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗത്താണോ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗത്തെ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ മൊത്തത്തിൽ ചെയ്യണമെന്നില്ല. ആ ഭാഗത്തേക്ക് ഒന്നെങ്കിൽ നമ്മൾ അരിപ്പൊടി കലക്കി ചേർത്ത് ചെയ്താലും മതി, ഇല്ലെങ്കിൽ പേസ്റ്റ് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് എവിടെയാണൊക്കെ തൂത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടോ അല്ല ബ്രഷ് കൊണ്ടോ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കണ്ടത് ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് നിങ്ങളൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇത് പോയി കിട്ടും കണ്ടോ. ഇത് കണ്ടോ, ഞാൻ എടുത്തിരിക്കുന്ന ആ ഭാഗത്ത് ആ പേസ്റ്റിൻ്റെ എന്തുണ്ട് അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമ്മളൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ പ്യുവറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെളുത്ത് നേരത്തെ എങ്ങനെയാണോ ഇരുന്നത്, നമ്മൾ പുതിയതായിട്ട് മേടിക്കുമ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ ആവുന്നുണ്ട്. ആ മഞ്ഞൾക്കറിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. പൂർണ്ണമായിട്ടും അത് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ള ഡ്രസ്സിലൊക്കെ മഞ്ഞക്കറ പിടിച്ചാൽ തീർച്ചയായിട്ടും അപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇത് കുറച്ച് ദിവസം ആയതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുവാണെങ്കിൽ റിസൾട്ട് കൂടുതലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.